നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊക്കെ അഭിനയല്ലേ രാജു? അഭിനയം വർമ്മ സാറിനോടാണെന്ന് മറക്കരുത്. അതേ ഞാൻ പറയുന്നുള്ളൂ. വർമ്മ സാറ് അറിയുന്നൊരു ദിവസം വരും. അന്ന് ചിലപ്പോ എന്റെ കഴുത്തിന് മുകളിലെ ഈ തല കാണില്ല. ഋതുമോൾക്ക് അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പണത്തിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായം വേണമെങ്കിലേ എന്നെ വിളിക്കണം കേട്ടോ. എനിക്ക് രാജുവിന്റെ വീട്ടില് ഒന്നിനും ഒരു കുറവും ഇല്ല അമ്മായി. കേട്ടില്ലേ യാമിനി ഋതുമോള് പറഞ്ഞത്? രാജുവിന്റെ ബുദ്ധി അപാരമാണ് കേട്ടോ. സമയോചിതമായി രാജു ഇടപെട്ടതുകൊണ്ടാ പ്രതാപന് ഇമേജ് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. അത് എന്റെ കടമയില്ല അംബിക മാഡം. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. നിങ്ങൾ വന്നതേ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? വാ, നമുക്കേ ഒരു സെൽഫി എടുക്കാം. മോളുടെ അടുത്തേക്ക് ചേർന്നിരിക്കും രാജു. ഇനി നിങ്ങൾ ചെന്നേ ഫ്രഷ് ആയിട്ട് വാ. ഗംഭീര ഡിന്നറാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നെ. യാമിനി, ഋതുമോളെ രാജുവിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. വാ വാ രാജു. ഞാൻ വിരിച്ച വലയിലേക്കാ രാജുവും ഋതികയും വന്ന് കയറിയിരിക്കുന്നത്. സമയമാവുമ്പോ ഞാൻ പിടിമുറുക്കും. രാജുവും ഋതികയും എന്റെ കൈ കിടന്ന് പിടയും. ഈ ദീപക് ഇത് എങ്ങോട്ടാ പോയത്? ഇനി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ പാട്. എന്താ മോനെ, എന്തിനാ അമ്മ വിളിച്ചേ? എന്തിനാ വിളിച്ചെന്നോ? അമ്മ എന്താ അവനോട് കാണിച്ചു കൂട്ടിയത്? ഏയ്, എന്ത് ഷോ ആയിരുന്നു! ആ, കുറച്ച് ഓവറായി പോയല്ലേ? കുറച്ചല്ല, ഇത്തിരി അധികമായി പോയി. സാരമില്ല മോനെ, പോട്ടെ. പാവങ്ങളല്ലേ. ആ, ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള അവരുടെ മാരക അഭിനയത്തിന്റെ ആയുസിന് ഇനിയേ മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ഒരു ഓർമ്മയ്ക്ക് ഞാനൊരു സെൽഫി എടുത്തു വെച്ചത്. എന്താ അമ്മേ? അമ്മ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്താണെന്ന് പറയേ. ആ, അത് വേണ്ട. നിന്നോടൊന്ന് ആലോചിച്ച് വഴി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നീ ശ്രമിച്ചോ? ഇല്ലല്ലോ. തൽക്കാലം അമ്മയുടെ പ്ലാൻ എന്താണെന്ന് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഡാ, നീ ധൈര്യമായിട്ടിരിക്കും മോനെ. അമ്മ നാളെ ഇറക്കാൻ പോകുന്ന കാർഡിൽ രാജുവിന്റെയും ഋതികയുടെയും ഗെയിമിന് ഡെഡ് ലൈൻ വീഴും. വയറ് നിറഞ്ഞ ആഹാരം കഴിക്കാവൂന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. ഇന്ന് പക്ഷേ കുറച്ച് ഓവറായി. എന്റെ വയറേ ഫുള്ളായി. വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് യാമിനി മേഡം സമ്മതിച്ചോ? ചെറിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഫുൾ ഹാപ്പിയാ. യാമിനി മേഡത്തിന്റെ കൈപുണ്യത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാ. എല്ലാ കറികൾക്കും അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് മുഴുവൻ കഴിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ചെറിയമ്മ പണ്ടേ അങ്ങനെയാ. ചെറിയമ്മ അപ്പനെ ഇപ്പോഴും തീറ്റിക്കുന്ന കണ്ടാ തോന്നും അവളിപ്പോഴും കൊച്ചുകുട്ടിയാന്ന്. എനിക്കിതൊക്കെ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ മേഡം. എന്തിന്? അപ്പന് ചെറിയമ്മ ഭക്ഷണം ആരി കൊടുക്കുന്നതിനോ? ഋതിക മേഡം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ നോക്കുമ്പോഴേ അതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ തമാശിക്കല്ലേ. ഓ, എന്താണോ ആ സീരിയസ് കാര്യം? പറയ്. ഋതിക മേഡത്തിന് അറിയാലോ, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ അതിനുള്ള യോഗ്യത എനിക്കില്ലെന്നും ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേന്നും എനിക്കൊരു... രാജു, അച്ഛന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ?
അവരുടെയൊക്കെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും രാജുവിനുണ്ട്. ഈ കുടുംബത്തെ സേവിച്ച ആളായല്ല, ഋതിക മേഡത്തിന്റെ ഭർത്താവായി വർമ്മ സാറിന്റെ മരുമകനായിട്ടാ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്ന. എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. എന്റെ പൊന്ന് രാജു, വീണ്ടും തുടങ്ങല്ലേ പ്ലീസ്. രാജു പറയുന്നത് കേട്ടാ തോന്നും ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോ അത് ഓക്കെ പറഞ്ഞ് രാജു എന്നെ വിവാഹം കഴിച്ചെന്നു. ഇതൊക്കെ അഭിനയല്ലേ രാജു? അഭിനയം വർമ്മ സാറിനോടാണെന്ന് മറക്കരുത്, അതേ ഞാൻ പറയുന്നുള്ളൂ. വർമ്മ സാറ് അറിയുന്നൊരു ദിവസം വരും. അന്ന് ചിലപ്പോ എന്റെ കഴുത്തിന് മുകളിലെ ഈ തല കാണില്ല. നല്ല ക്ഷീണം, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഏയ് രാജു, ഞാൻ നിലത്ത് കിടന്നോളാം. രാജു ബെഡിൽ കിടന്നോ. വേണ്ട ഋതിക മാഡം, എനിക്ക് നിലത്ത് കിടന്നൊക്കെ നല്ല ശീലമില്ലാത്തവരെ തറയെ കിടന്ന നടുവേദന ഉണ്ടാവും. ഋതുമോളെ, അയ്യോ രാജു, ആരോ വന്നു. ബെഡ്ഷീറ്റ് ബില്ല് എടുത്ത് മാറ്റി. ദൈവമേ, വരാൻ കണ്ടൊരു നേരം. സോറി ഋതുമോളെ, നിങ്ങൾക്കുള്ള വെള്ളം റൂമിൽ വെക്കാൻ സെർവന്റ് മറന്നു. ഇങ്ങ് തന്നേക്ക് ചെറിയമ്മേ. രാജു, ഡിന്നറ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാ, അതുകൊണ്ടാ വിഭവങ്ങൾ കുറഞ്ഞു പോയത്. അത് നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിൽ പരിഹരിക്കാം കേട്ടോ. ശരി യാമിനി മാഡം. എങ്കിൽ ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ് യാമിനി മാഡം. ഗുഡ് നൈറ്റ് ചെറിയമ്മേ. ഗുഡ് നൈറ്റ്. ശരി മോളെ. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മല്ലു പിടിക്കണോ അല്ലേ? ചിരിച്ചോ. അയ്യോ മാഡം, അതാരാന്ന് ചെയ്ത് നോക്ക്. ഇത് പാരണോ? എന്താപ്പോ, എന്തു പറ്റി? ഞാൻ ഋതു ചേച്ചിയെ എന്തുമാത്രം മിസ് ചെയ്തു എന്നറിയോ? ചേച്ചി അപ്പുനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പുന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അപ്പുനെയും കൊണ്ട് പുറത്തു പോയി കറങ്ങണമെന്ന് ഞാൻ രാജുവിനോട് പറഞ്ഞിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.